നമസ്കാരം എല്ലാ മച്ചാന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ജിയോ സിം ഉപയോഗിക്കുന്ന കൂട്ടുകാരുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എങ്ങനെ കൂട്ടാമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത കാര്യമാണ്, ആ ഒരു ട്രിക്ക് ജിയോയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ജിയോ സിം യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻ്റർനെറ്റ് സ്പീഡ് എങ്ങനെ കൂട്ടുമെന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ജിയോയുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ അവരുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂട്ടുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല. അപ്പോൾ ജിയോ യൂസ് ചെയ്യുന്ന എല്ലാവരുടെയും പരാതിയാണ് ഇൻ്റർനെറ്റ് സ്പീഡ് കുറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്ന കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും ഒരു ഇരട്ടി സ്പീഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിംഗ്സ് ആദ്യമേ ഓപ്പൺ ചെയ്യുക. ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാനിവിടെ കാണിക്കുന്ന അസ്യൂസിൻ്റെ ഫോണിലാണ്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോണാണെങ്കിലും നെറ്റ്വർക്കെന്നോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്നുള്ള പേരിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജിയോ ആണ് യൂസ് ചെയ്യുന്നത്, ജിയോയുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കിവിടെ അഡ്വാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് താഴേക്ക് വരുവാണെങ്കിൽ ആക്സസ് പോയിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഒക്കെ കാണും, ജിയോ നെറ്റ് എന്നൊക്കെ പേരിൽ ഒരെണ്ണം കാണും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ APN കൊടുത്തിരിക്കുന്ന മുകളിൽ തന്നെയായിട്ടൊരു പ്ലസ് ഐക്കൺ കാണും. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പേര് ചോദിക്കും. അപ്പോൾ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ അർലിൻ വ്ളോഗറിനോ എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം. പേര് കൊടുക്കുന്നത് വലിയ കാര്യമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. അല്ലെങ്കിൽ ജിയോ 4G എന്നോ ജിയോ ഇൻ്റർനെറ്റെന്നോ എന്തെങ്കിലും കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതിനുശേഷം നിങ്ങളുടെ APN എന്ന് പറയുന്നൊരു ഓപ്ഷൻ ചോദിക്കും. അവിടെ നിങ്ങൾ ജിയോ നെറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ J ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതിനുശേഷം ജിയോ നെറ്റ് എന്ന് കൊടുക്കുക. സിമ്പിളാണ്. ജിയോ നെറ്റ് എന്ന് കൊടുത്തതിന് ശേഷം അതിന് താഴെ പ്രോക്സി ഉണ്ടാവും, പോർട്ട് ഉണ്ടാവും. അതിലൊന്നും പ്രത്യേകിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ട. അതിനുശേഷം ഒരു യൂസർ നെയിം നിങ്ങൾക്ക് കൊടുക്കാൻ പറയും. നിങ്ങൾ ആദ്യം മുകളിൽ കൊടുത്ത പേര് തന്നെ ഇവിടെയും യൂസർ നെയിമായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ അർലിൻ വ്ളോഗർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, എൻ്റെ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം യൂസർ നെയിമായിട്ടും അർലിൻ വ്ളോഗർ എന്ന് കൊടുത്തു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പേരാണോ ആദ്യം കൊടുത്തത് അത് ഇവിടെ തന്നെ കൊടുക്കുക. അപ്പം അതിന് താഴെയായിട്ട് പാസ്വേഡ് എന്ന് പറയുന്നൊരു കാര്യം ചോദിക്കും. അതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. സെർവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം www.google.com എന്നവിടെ കൊടുക്കുക. സെർവർ www.google.com കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴത്തേക്ക് സെറ്റിങ്സുകളൊന്നും കാണും. അതിലൊന്നും നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താഴേക്ക് വരാനായിട്ട് സാധിക്കും. അതിനുശേഷം APN ടൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾറെഡി അതിൽ തന്നെ സെറ്റായിട്ട് വരും. അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം APN പ്രോട്ടോക്കോൾ ഉണ്ട്. അതിൽ വരുമ്പോൾ നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആ മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം APN റോമിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതും സെയിം ആക്കി കൊടുക്കുക. അത് വലിയ ആവശ്യമില്ല. നമ്മൾ ഔട്ട്സൈഡ് കേരളത്തിൽ എന്തെങ്കിലും പോയാൽ മാത്രമാണ് ആവശ്യമുള്ളൂ. അതിപ്പോൾ തൽക്കാലം വേണ്ട. അതായത് ഇപ്പോൾ കിട്ടുന്ന പോലെ നമ്മൾ റോമിങ്ങിൽ പോയാലും കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് റോമിംഗ് പ്രോട്ടോക്കോൾ. അപ്പം പുറത്ത് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ബിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ബിയർ ഓപ്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ബിയറിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ അൺസ്പെസിഫൈഡ് ആയെന്ന് പറയുന്ന സംഭവമായിരിക്കും ക്ലിക്കായി കിടക്കുന്നത്. അത് മാറ്റിയതിന് ശേഷം നിങ്ങൾ ആദ്യത്തെ LTA, അതിന് താഴെയുള്ള ഓപ്ഷൻ, അതിന് താഴെയുള്ള ആ 3 ഓപ്ഷനുകൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് GPRS എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. UMTS എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലുള്ള 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഇതിലോട്ട്, അതായത് ഈ ആക്സസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് ആക്കിയിട്ടതിന് ശേഷം ഒന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻ്റർനെറ്റിന് സ്പീഡ് കിട്ടുന്നതായിരിക്കും. പിന്നെ ചില ആൾക്കാർക്കൊന്നും ഇത് വർക്കായില്ലെന്ന് വരും. 100% ആൾക്കാർക്ക് ഇത് വർക്കാവുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും 90% ആൾക്കാർക്ക് വർക്കാവും. അപ്പോൾ ഇനി ആർക്കെങ്കിലും നെറ്റ്വർക്ക് സ്പീഡ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും APN സെറ്റിങ്സിലോട്ട് വന്നിട്ട് നിങ്ങളുടെ പഴയ സെറ്റിങ്സ്, അതായത് ജിയോ നെറ്റ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ജിയോ എന്ന് പറയുന്ന അതിലൊരു സെറ്റിങ്സ് ആയിരിക്കും എല്ലാവരുടെയും ഫോണിലും കിടക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ആക്കി കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് പഴയ പോലെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ സംഭവത്തിനാണ് സ്പീഡ് കൂടുതലെങ്കിൽ പുതിയതിലോട്ട് മാറുക. ഇല്ല പഴയത് തന്നെയാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ പഴയതിലോട്ട് മാറുക. അപ്പോൾ ജിയോ യൂസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു സംഭവം നിങ്ങളുടെ ഫോണിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിന് സ്പീഡ് കൂടുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല ഇൻ്റർനെറ്റ് സ്പീഡ് വ്യത്യാസം വന്നു ഇങ്ങനൊരു സെറ്റിങ്സ് കൊടുത്തപ്പം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് മുടക്കൊന്നുമില്ല. നമ്മുടെ ഫോണിലെ കുറച്ച് സെറ്റിങ്സുകൾ മാത്രം മാറ്റുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഴയതിലോട്ട് വരാനും
സാധിക്കുന്നതാണ്. ജസ്റ്റ് APN-ലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ആ പഴയ സെറ്റിംഗ്സ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.